വിശ്വനാഥൻ നമ്പൂതിരി. ഞാൻ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഇവിടെ നിന്ന് 5 വർഷമായിട്ട് ഇവിടെ മേൽശാന്തിയായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോവുകയും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെയും ദേവസ്വത്തിൻ്റെയും വളരെ സഹകരണത്തോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ഒരു മുടക്കവും കൂടാതെ നല്ല രീതിയിൽ നടന്നു. ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ പ്രധാനമാണ് തിരുവുത്സവവും അതുപോലെ തന്നെ പൊങ്കാല, ഈ മേടപ്പുരം ഇങ്ങനെയുള്ള ഉത്സവങ്ങളിൽ പൊങ്കാല തന്നെ ഭക്തജനങ്ങളുടെ അഭീഷ്ട വരദായി ഒരു വഴിപാടാണ് പൊങ്കാല. അത് നടത്തുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നൽകുന്നു. അതുപോലെ തന്നെ ഉത്സവത്തിന് മീനപ്പൂരം ഉത്സവമായിട്ട് 10 ദിവസത്തെ ആഘോഷമാണ്. അത് പ്രധാനമായിട്ടും പൂരം 6 സമാപിക്കുന്നു. മേടപ്പൂരത്തിന് അതുപോലെ തന്നെ ഗരുഡൻ, കാവടി തുടങ്ങിയ വഴിപാടുകളും വളരെ ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കുകയും അതിന് ഭക്തജനങ്ങളുടെ വളരെയേറെ പങ്കാളിത്തവും വഴിപാടും നല്ലപോലെ പങ്കുവെക്കുന്നു. ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ സാധിച്ചു കൊടുക്കുന്നു. അതുപോലെ ഒരു ഐശ്വര്യദായിക ഭഗവതിയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ മണ്ഡലമാസം 40 ദിവസം കടവെഴുത്ത പാട്ട് അത് വളരെ ഭംഗിയായിട്ട് കടന്നു വരുന്നു. എല്ലാ ഭക്തജനങ്ങളും അതിൽ കാലുകടിക്കുകയും വൈകുന്നേരം കാലുകടിക്കുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പങ്കാളികളാവുകയും. നമസ്കാരം, എൻ്റെ പേര് ഹരിഹരകുമാർ. ഞാൻ നെടുങ്കുന്നം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. നെടുങ്കുന്നം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 50 വർഷത്തിലേറെയായിട്ട് ഈ പൊങ്കാല മഹോത്സവം ആഘോഷിക്കുകയാണ്. ദേവിയുടെ അതീവ വിശിഷ്ടമായ വഴിപാടാണ് പൊങ്കാല മഹോത്സവം. അതിൽ 100 കണക്കിന് സ്ത്രീജനങ്ങൾ, ഭക്തജനങ്ങൾ എല്ലാ വർഷവും പങ്കെടുക്കുന്നു. ധനുമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ അമ്മയുടെ നാളിൽ ആണ് ഈ വഴിപാട് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. മേൽശാന്തി ശ്രീ കാഞ്ഞിരക്കാട്ടിലത്തെ വിശ്വനാഥൻ നമ്പൂതിരി ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകരുന്നതോടെയാണ് ഈ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഈ അതിവിശിഷ്ടമായ വഴിപാട് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ആരംഭിച്ചു. ഏകദേശം ഒരു 11:30 മണിയോടുകൂടി അവസാനം ഭക്തജനങ്ങൾക്കുള്ള അന്നദാനത്തോടു കൂടിയാണ് സമാപിക്കുന്നത്. എല്ലാ വർഷവും ഇത് വളരെയേറെ ഭംഗിയായിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. ഈ വർഷവും അതുപോലെ തന്നെ ഭംഗിയായിട്ട് നടത്തപ്പെടുന്നു. എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും അമ്മ ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ള ആ ഓർമ്മയിൽ എല്ലാ കുടുംബത്തിൽ നിന്നും സ്ത്രീകളും ഭക്തജനങ്ങളും ഈ പൊങ്കാല ഇടാനായിട്ട് എല്ലാ വർഷവും അതീവ താല്പര്യത്തോടെ പങ്കെടുക്കുന്നു. മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് അമ്മയുടെ മീനപ്പൂര മഹോത്സവം നമ്മളിവിടെ കൊണ്ടാടുന്നത്. അത് 10 ദിവസത്തെ ഉത്സവമാണ്. സമാപനം പൂരം നക്ഷത്രത്തിലാണ്. 10 ദിവസത്തെ ഉത്സവം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ്. എല്ലാ ദിവസവും ക്ഷേത്ര കലകളും ക്ഷേത്ര സംബന്ധമായ വഴിപാടുകളും 7 ദിവസത്തെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള ഉത്സവബലി, എല്ലാ ദിവസവും അന്നദാനം, നല്ല രീതിയിലുള്ള പള്ളിവേട്ട, ആറാട്ട്, എഴുന്നള്ളത്തുകൾ, അങ്ങനെ എല്ലാവിധ ക്ഷേത്ര സംബന്ധമായ കലാപരിപാടികളോടും കൂടി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വളരെ നല്ല രീതിയിലാണ് ഉത്സവം കൊണ്ടാടുന്നത്. ഇതുകൂടാതെ മേടപ്പൂരം, മേടമാസത്തിലെ പൂരത്തിനും ഭദ്രകാളിയുടെ ഒരു പ്രത്യേക പൂജയായിട്ട് 2 ദിവസത്തെ കാവടി കുംഭകുട ഘോഷയാത്രയും അതോടനുബന്ധിച്ച് ഗരുഡൻ പറവ് വഴിപാടും വളരെ വിശിഷ്ടമായിട്ട് ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുകയാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവബലി വഴിപാടൊക്കെ വളരെയേറെ ഭക്തജനങ്ങൾക്ക് അങ്ങേയറ്റം ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ്. മുന്നോട്ട് 10 വർഷത്തിലേറെ എപ്പോഴും അത് ബുക്കിംഗാണ് എല്ലാ ദിവസവും. അത്രയേറെ അമ്മ അനുഗ്രഹദായകമായി വിളയാടുന്ന ഒരു സ്ഥലമാണ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം.
Thank you.